സോ അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് തലവേദന എന്തെന്ന്. സോ എന്താണ് തലവേദന? നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൈക്കോളജിക്കലി പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെവി സംബന്ധമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ, കണ്ണ് സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ നമുക്ക് തലവേദന വരാറുണ്ട് അല്ലേ. അപ്പം ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തലവേദന വരാറുണ്ട്. പിന്നെ നമ്മൾ ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് തലവേദന വരാറുണ്ട്. ഈ തലവേദന പല ടൈപ്പാണുള്ളത്. അപ്പം ഇൻട്രാക്രേനിയൽ വീനസ് സൈനസ് ഉണ്ട്, കോർട്ടിക്കൽ വെയിൻസ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ ക്രേനിയൽ ആണെങ്കിൽ സ്കാൽപ്പ് വെസൽസ്, മസിൽസ്. ഇനി എന്തൊക്കെയാണ് എറ്റിയോളജിക്കൽ കോസസ് എന്ന് വെച്ചാൽ, ഓർഗാനിക് കോസസ് ട്യൂമേഴ്സ് വരുന്നുണ്ട്, ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുന്നുണ്ട്, AV മാൽഫോർമേഷൻസ്, അന്യൂറിസം ഒക്കെ ആണെങ്കിൽ നോൺ ഓർഗാനിക് കോസായിട്ട് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ്. ഇതാണ് മെയിനായിട്ടുള്ള എറ്റിയോളജി. പത്തോഫിസിയോളജി ആയിട്ട് പറയുന്നത് ഇപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള ഏജൻസ് നമ്മുടെ നോസിസെപ്ഷൻ സ്റ്റിമുലേഷന്, നോസിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും, പെയിൻ ഇമ്പൾസസിനെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫൈബേഴ്സ് സ്പൈനൽ കോഡിൻ്റെ ഡോർസൽ സൈനിലൂടെ പാസ് ചെയ്തിട്ട് സെക്കൻഡറി ന്യൂറോൺസിന് ഈ ഡോർസൽ ന്യൂറോൺസ് ഇനിഷ്യേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ സെക്കൻഡറി ന്യൂറോൺസ് തലാമസിലോട്ട് എത്തിയിട്ട് ത്രൂ ദ റീനൽ സ്പൈനോ തലാമസ് സ്റ്റാറ്റസ് ദെൻ വിത്ത് സബ്സ്റ്റൻസ് ന്യൂറോപെപ്റ്റൈഡ്സ് വിച്ച് ഇസ് പ്രൈമറി. ദെൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക് തന്നെ സൈനസ് ഉണ്ട്, ക്ലസ്റ്റർ ഉണ്ട്. ഇനി ടെൻഷൻ ടൈപ്പ് ഹെഡേക്ക് എന്ന് വെച്ചാൽ ഇതൊരു സെക്കൻഡ് മേജർ കാറ്റഗറി ഓഫ് ഹെഡേക്കാണ്. ഏകദേശം 70% മെയിൽസിനും 90% ഫീമെയിൽസിനും വരാറുണ്ട്. ഇതൊരു വൈബ്രേഷൻ ഓഫ് മൈഗ്രെയിനിക് ഹെഡേക്കാണ്. പിന്നെ ഇത് എപ്പിസോഡിക് ടെൻഷൻ ടൈപ്പ്, നമുക്ക് തലവേദന പോലെ തല ഇങ്ങനെ വേദനിക്കുന്നുണ്ട്, പിന്നെ ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്ന പോലെ. ഈ ബുദ്ധിയുള്ള ആളുകൾക്ക് ഭയങ്കര ഭാരം, അത്രയും ബുദ്ധി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഭാരം പോലെ അവർക്ക് അങ്ങനെ തോന്നാറുണ്ട്. ക്രോണിക് ടെൻഷൻ ഹെഡേക്ക് എന്ന് വെച്ചാൽ ബൈലാറ്ററൽ പെയിനാണ്. ഒരു മൈൽഡ് മുതൽ മോഡറേറ്റ് വരെ വരാം. പിന്നെ പ്രോസസനിങ്, ടൈറ്റനിങ്, ആ ഒരു ക്വാളിറ്റി ഒരു 15 ദിവസത്തോളമൊക്കെ കാണാറുണ്ട്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബാൻഡ് ലൈക്ക് ഹെഡേക്കാണ്, തലവേദന എടുക്കും, പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ശബ്ദമൊക്കെ വരുന്ന സമയത്ത് അഗ്രിഗേറ്റഡ് ആവാറുണ്ട്. ദിവസത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വേഴ്സൺ ആവും. മാനേജ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നത് റീഅഷുറൻസ് ചെയ്യുക, പിന്നെ സ്ട്രെസ് റിഡക്ഷൻ തെറാപ്പീസ് പ്രൊവൈഡ്, എക്സസൈസുകൾ ചെയ്യാം. ഇനി ഫാർമക്കോളജിക്കൽ മരുന്ന് സംബന്ധമായിട്ടാണെന്നുണ്ടെങ്കിൽ വേദന മാറാനുള്ള മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. മൈൽഡ് ആയിട്ടുള്ള അനാൽജസിക്സ്, അസറ്റോമിനോഫെൻ, ആസ്പിരിൻ, ഐബുപ്രോഫൻ ഒക്കെ ആണെങ്കിൽ ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ട് നമുക്ക് സെട്രാലിൻ കൊടുക്കാം. ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് വെച്ചാൽ ഇൻഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡേക്കാണ്. ഹോട്ട്സൺ ഡിസീസ് ഇത് പുരുഷന്മാർക്കാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ. ഒരു 15 മുതൽ 180 മിനിറ്റ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യും. ഒരു 20 വയസ്സ് മുതൽ 40 വയസ്സിനിടയിലുള്ളവർക്കാണ് ഇത് കാണുന്നത്. ആൻഡ് കോമൺ ആണ്. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഹെഡേക്ക് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഹെഡേക്ക്. ഹെഡേക്കിന് ഒരു ടൈപ്പാണ് മൈഗ്രെയിൻ ഹെഡേക്ക്. റെക്കറൻ്റ് ആയിട്ടുള്ള ഹെഡേക്ക് വന്ന് നല്ല സിവിയർ ആയിട്ട് പോകും. പിന്നെ ട്രിഗറിങ് ഫാക്ടേഴ്സ് കാരണമാണ് ഇത് ട്രിഗേർഡ് ആവുന്നത്. ഇൻസിഡൻസ് ഒരു 5 മുതൽ 10% പോപ്പുലേഷനും ഇത് വരാറുണ്ട്. മെയിൽസ് റേഷ്യോ നോക്കുമ്പം 2:1. എറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ്, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് വരുന്ന സമയത്ത്, പീരീഡ്സ്, മെൻസ്ട്രേഷൻ ആകുമ്പോഴത്തേക്കും, എന്തെങ്കിലും ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, സ്മോക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല ബ്രൈറ്റ് ആയിട്ട് ലൈറ്റുമായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആകുന്നെങ്കിൽ, പിന്നെ ഈസ്ട്രജനും നൈട്രോഗ്ലിസറൈഡ് പോലുള്ള ഡ്രഗ്സുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്നെങ്കിൽ, പിന്നെ സ്ലീപ്പ് ഡിപ്രിവേഷൻ, ഫീവർ, ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിന് പല ഫേസസ് ആണുള്ളത്. പ്രോഡ്രോമ, അതായത് പ്രീ മോണിറ്ററി. നമുക്ക് തലവേദന വരുന്നതിന് 2 ദിവസം മുമ്പ് അവരിങ്ങനെ പറയും, എനിക്ക് തലവേദന വരും, അല്ലെങ്കിൽ മൈഗ്രെയിന് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് അവരിങ്ങനെ പറയും. അത് അവർക്കപ്പം മനസ്സിലാക്കണം ശരിക്കും അത് മൈഗ്രെയിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന്. പിന്നെ ഡിപ്രഷൻ,
ഒറാബിലിറ്റി, മെൻ്റലി ഭയങ്കര സ്ലോ ആവും, പിന്നെ അവർക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ അനുഭവപ്പെടും. പിന്നെ ഉള്ളതാണ് ഓറ. കൂടുതൽ ശതമാനം മൈഗ്രെയിൻ വരുന്ന കൂടുതൽ ശതമാനം പേരും എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ന്യൂറോളജിക്കലി സിംറ്റംസ് കാണിക്കും. നമ്മളൊരു 5 മുതൽ 20 നമുക്ക് മൈഗ്രെയിൻ വരുന്നതിന് ഒരു 5 മുതൽ 20 മിനിറ്റ് മുമ്പെങ്കിലും നമുക്കത് റിയലൈസ് ചെയ്യും, ഓക്കെ മൈഗ്രെയിൻ വരാൻ പോകുന്നു എന്ന്. പിന്നെ നമുക്കൊരു പകുതി ഹാഫ് ഓഫ് ദ ഫീൽഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. സൊമാറ്റോ സെൻസറി സിംറ്റംസ് എന്ന് പറയുന്നത് യൂണിലാറ്ററൽ അല്ലെങ്കിൽ ഒരു ബൈലാറ്ററൽ നംനെസ് കാണാം, പിന്നെ ലിപ്സൊക്കെ ടിങ്കിൾ ചെയ്യാം, പിന്നെ ഗൗട്ട് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം. അടുത്തന്നെ ഹെഡ് ഏക്ക് ഫേസ്. രാവിലത്തെ സമയത്താണ് മോസ്റ്റ്ലി ഇത് വരാറുള്ളത്. ഏകദേശം ഒരു പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ 72 മണിക്കൂറോളം ഇത് നിൽക്കും, 3 ദിവസം നിൽക്കും. കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അതങ്ങ് മാറും. വാസോ ഡയലേഷനും സെറോട്ടോണിൻ്റെ ലെവലൊക്കെ നല്ല രീതിയിൽ കുറയും. പിന്നെ പേഷ്യൻ്റ് ഒരുപാട് യൂറിനേറ്റ് ചെയ്യും, പോളിയൂറിയ തോന്നും, ഫേഷ്യൽ പാലർ തോന്നാം, പിന്നെ ലോക്കലായിട്ടുള്ള ടെൻഡർനെസ്, അവിടെ നല്ല രീതിയിൽ സ്റ്റിഫാവാം, ദെൻ നെക്ക് സ്റ്റിഫാവാം, ഭയങ്കര ഇറിറ്റബിലിറ്റി ആയിരിക്കും, ആൻസൈറ്റി ഒക്കെ അവർ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. പിന്നെ നോൺ നാർക്കോട്ടിക് അനാൽജസിക്സ് ഉണ്ട്. ആസ്പിരിൻ ആണെങ്കിൽ 650 to 1100 മില്ലിഗ്രാമാണ് നമ്മൾ ഡോസായിട്ട് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഐബുപ്രോഫൻ ഉണ്ട്, അസറ്റോമിനോഫൻ ഉണ്ട്, ദെൻ നാപ്രോക്സിൻ ഉണ്ട്. പിന്നെ നാർക്കോട്ടിക് അനാൽജസിക്സ് ആയിട്ട് വരുന്നതാണ് എർഗോകോഡിന്, ഒരു 30 മുതൽ 60 മില്ലിഗ്രാമോളം കൊടുക്കും. പിന്നെ ബ്യൂട്ടോഫെനാള്, മെഫിറിഡോൺ അത് കൊടുക്കും. പിന്നെ ആൻറ്റി എമിറ്റിക്സ് ആണെങ്കിൽ ബ്രോമെത്തസീന് ഒരു 25 മുതൽ 150 മില്ലിഗ്രാമോളം കൊടുക്കും. വേറെയും ഉണ്ട് സെമാറ്റോട്രോപ്പിന്, സെമട്രിപ്റ്റൻ. പിന്നെ പ്രോഫിലാക്സിസ് ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ട്, പ്രൊപ്പനലോൾ ഉണ്ട്, ആറ്റിനലോൾ ഉണ്ട്, ആൻറ്റി ഡിപ്രസൻസ്, ആൻറ്റി പൈററ്റിക്സ്, പിന്നെ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, വെറാപ്പമൈഡ്. നഴ്സിംഗ് മാനേജ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് അക്യൂട്ട് പെയിൻ ഓൺ ദ ഹെഡ്, പിന്നെ ഫ്ലൂയിഡ് വോളിയത്തിന് പ്രശ്നം വരും, കോപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും, ഇതെല്ലാമാണ് വരുന്നത്.